എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ചാനലിനകത്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ അതിൽ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം മനോഹറിന്റെ ഫോണിലേക്ക് വന്ദനം വിളിക്കുകയാണ്. വന്ദന എന്നറിയപ്പെടുന്ന വരുൺ വിളിക്കുകയാണ്. ഈ സമയത്ത് സരയുമാണ് പെട്ടെന്ന് ഫോൺ എടുക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതൊരു നിമിഷം ഞെട്ടിപ്പോവാണ് മനോഹർ. മനോഹർ പെട്ടെന്ന് പറഞ്ഞു, മോളു ആ ഫോണും കൂടെ തരാൻ പറയാണ്. എന്താ മനുവേട്ട? മനുവേണ്ട എന്താ മുഖത്തൊരു പരിഭ്രമം? ഈ സമയത്ത് വരുന്ന ഫോണൊന്നും ഇങ്ങനെ കോളൊന്നും എടുക്കാൻ കൊള്ളില്ല എന്ന് പറയണം. രാത്രി ഉടങ്ങാൻ കിടങ്ങണ സമയത്ത് ചിലരൊക്കെ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ഓരോരുത്തരൊക്കെ ഇത് കേട്ടത് സരയ പറഞ്ഞു, അല്ല അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കോൾ ആയിരിക്കണമെങ്കിലോ ഇങ്ങോട്ട് ആട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു മേടിക്കണം. ഇതോ ഇവൻ വെറുതെ വിളിക്കുന്നതാന്നേ. ഇവന് പല പല സംശയങ്ങളോ. ഇവന്റെ സംശയം ഇന്ന് രാത്രി തീരത്തില്ല. ഇവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ വെക്കത്തുമില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ സരയു പറഞ്ഞു, അല്ല മനുവേട്ട ഇനിയിപ്പോ അർജന്റ് എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ കാര്യമൊന്നുമില്ല. ഇതേ മോളു, ഒന്നാമത്തെ കാര്യം എനിക്ക് ഉറക്കമില്ലായിരിക്കുക. ഈ പാല് കുടിച്ച് കഴിയുമ്പോൾ നല്ല ഉറക്കം വരുന്നെന്ന് തോന്നേ. നമുക്ക് കിടക്കാന്ന് പറയണം. അങ്ങനെ പതുക്കെ നൈസായിട്ട് ഫോൺ അങ്ങോട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മനോഹർ അവിടെ കിടക്കുക. കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടെ. ഇവളെങ്ങാനും ഇനി ഫോൺ എടുത്ത് കോൾ എടുത്തായിരുന്നെങ്കിൽ അതോടുകൂടി തന്റെ കാര്യത്തിൽ തീരുമാനം ആയേനും. ദൈവമേ രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ കരുതിയിട്ട് മനോഹർ പതുക്കെ അവിടെ കിടക്കുവാണ്. ഈ ശല്യത്തിന് ഇനി എത്ര കാലം ചുമക്കേണ്ടി വരുമോന്ന് അറിയത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ ഒഴിവാക്കണം. ഈ സമയം ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന വരുന്നോർത്തു എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇത്ര കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വിളിക്കാനും ചാൻസ് ഉണ്ട്. ഭാര്യ ചിലപ്പോൾ അടുത്തുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തെ. അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് ശരിക്കൊന്ന് വട്ടം ചുറ്റിക്കണം എന്ന് തന്നെ വരുൺ കരുതുവാണ്. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം കിരണിന്റെ അടുത്ത് വന്നൊരു കല്യാണം പറഞ്ഞു, കിരണേട്ട നമുക്ക് ക്ഷേത്രത്തിൽ വരെ പോയാലും നിൽക്കാം. ഇന്നെന്താ എന്റെ പ്രത്യേകത? എന്തോ കുറച്ച് ദിവസമായാലും ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ട് വരാൻ തോന്നിയെന്ന് പറയണം. ഇത് കേട്ടൻ കിരൺ പറഞ്ഞു, എന്താ ശരി നമുക്ക് പോയേക്കാന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത്. അങ്ങോട്ടേക്ക് പ്രകാശം വരുന്നേ. പ്രകാശനെ കണ്ടതും പെട്ടെന്ന് കിരൺ പറഞ്ഞു, തെങ്ങ് നോക്ക് കല്യാണി ആരാ വരണേന്ന്. ദേ നിന്റെ അച്ഛൻ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ വന്ന് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം പ്രാർത്ഥിക്കാൻ വരുന്ന മിക്കവാറും ആരെങ്കിലും നശിച്ചു പോണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും വരുന്നേ. ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കാൻ പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് അവർ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും പ്രകാശം പറഞ്ഞു, രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നാണ് നിൽക്കും. ഇത് കേട്ടതും കിരൺ കല്യാണിയെ നോക്കി. എന്താ ഇത്ര സൗമ്യ ഭാഗത്തിലുള്ള ഒരു ചോദ്യം എന്നുള്ള അർത്ഥത്തിലാണ് രണ്ടുപേരും പരസ്പരം നോക്കുന്നത്. ഈ സമയം പ്രകാശം പറഞ്ഞു, അതെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണേ. ക്ഷമിക്കാനോ എന്തിന് എന്നുള്ള രീതി കിരൺ നോക്കുക. അത് പിന്നെ ഞാൻ കാര്യം അറിയാതെ അന്നങ്ങോട്ടേക്ക് വന്നേ. എന്നോട് ആ രാഹുല പറഞ്ഞത് ഇപ്പൊ മോന്റെ അച്ഛൻ മരിച്ചു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ അത് കേട്ടിട്ട് ഞാൻ ബോഡി കാണാൻ വന്ന. പക്ഷെ എല്ലാരും വളരെ മോശമായിട്ട് തന്നെ എന്നോട് പെരുമാറിയത്. എനിക്ക് വിഷമമൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ പെരുമാറുകളെന്ന് പറയണം. ഇത് കേട്ടപ്പോ കല്യാണി എടുത്ത് പുതിയ നമ്പരുമായിട്ട് ഇറങ്ങിയിരിക്കുവാന്ന് കല്യാണിക്ക് മനസ്സിലായി. ആ സമയം കിരൺ ചോദിച്ചു, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതിനെക്കുറിച്ച് ഇന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. അല്ല മോനെ, അതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതുകൊണ്ടാ ഈ പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് പറയാ. ഇത് കേട്ടെന്ന് കിരൺ പറഞ്ഞു, അതുകൊണ്ട് എന്താ എന്തായാലും സംഭവിച്ചോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പം പ്രകാശം പറഞ്ഞു, അത് പിന്നെ മറ്റൊന്നുമല്ല മോനെ, ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ എൻ്റെ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് സംഭവിച്ച എന്തൊക്കെയാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മോൻ വിക്രത്തിന്റെ കാര്യം, അവന് അതുപോലെ തന്നെ നന്നായിട്ട് ജീവിക്കണം എന്നല്ല അവന്റെ മനസ്സിലെ ആഗ്രഹം. ഇനിയുള്ള കാലം നേരം വേണം ജീവിച്ച് നല്ല രീതിയിൽ മരിക്കണം എന്ന് തന്നെ ഞാനും ആഗ്രഹിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും എൻ്റെ അമ്മ പോയതോട് കൂടിയിട്ട് ഞാൻ മാനസികമായിട്ട് അധികം നന്നായിട്ട് തകർന്നു പറയണ. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, തകരാനാ? അത് നിങ്ങളോ? അതൊരു കാരണവശാലും ഇല്ല. വേറെ ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷേങ്കില് നിങ്ങൾക്കൊരു മാനസാന്തരം ഉണ്ടായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ഇത് ഒരു തവണയല്ല പലതവണ ഞാൻ കേട്ടവളാ. ഒന്നുമല്ലേലും നിങ്ങളെ സ്വന്തം ചോര തന്നെയല്ലേ ഞാന്. എനിക്കറിയാൻ മേലെ നിങ്ങളുടെ കുന്നായ്മത്തരെന്ന് പറയണം. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, ഇനിയിപ്പൊ കല്യാണി മോൾക്ക് വിശ്വാസം വന്നില്ലേ വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും കല്യാണി ഒരു അത്ഭുതത്തോട് നോക്കുകയാണ്. ആ കല്യാണി മോള്. ഇത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, വേണ്ട കൂടുതൽ സോപ്പിടലും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന് പറയണം. ഇനിയിപ്പോ അടുത്ത എന്തെങ്കിലും പ്ലാൻ ഒപ്പിച്ചോണ്ട് വന്നിരിക്കുകയാണോ എന്നെയും കല്യാണിയും തീർക്കാൻ വേണ്ടിയിട്ട്? മിക്കവാറും ആ രാഹുലുമായിട്ട് ചേർന്ന് എന്തേലും പ്ലാനൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരിക്കില്ലേ? എനിക്കറിയാം നിങ്ങളും നിങ്ങളുടെ മോനും അങ്ങനെ വെറുതെ ഇരിക്കുന്നവനല്ലെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തു വെച്ചോ, എന്തൊക്കെ പ്ലാനായിട്ട് വന്നാലും എന്നെ കല്യാണിയിലും തകർക്കാനൊന്നും നിന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. വാ കല്യാണി. ഇയാളുടെ ഇതും കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ലെന്ന് പറയണം.
അങ്ങനെ കല്യാണിന്റെ കൈയും പിടിച്ചോണ്ട് കിരൺ അങ്ങോട്ട് പോകുമ്പോഴത്തേനും പ്രകാശൻ പറയാ, എടാ കിരണേ, നീയും നിന്റെ ഭാര്യ എന്ന് പറയുന്ന എന്റെ മോളുണ്ടല്ലോ, രണ്ടും കൂടെ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. അധികം വൈകാതെ തന്നെ നിന്റെയൊക്കെ കാര്യത്തിന് തീരുമാനം ആവൂടാ. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നിന്നെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് മനസ്സിനെ ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാ ഇപ്പൊ എനിക്ക് മാറ്റം ഉണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റമില്ലടാ, പതിവിനേക്കാളും കൂടുതൽ നിന്നോടൊക്കെ എനിക്കിപ്പോ ദേഷ്യം മനസ്സിൽ ഇരട്ടിച്ചിട്ടുള്ളൂ. ഞാൻ കാണിച്ചുതരാം. നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ചന്ദ്രസേന എന്റെ കവിളത്ത് കൈവച്ച് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. നിനക്കിട്ടുള്ള പണി ഞാൻ തരാൻ പോകുന്നുള്ളൂ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് കിരണ് കല്യാണി വെച്ചു, കല്യാണിക്ക് തോന്നുന്നുണ്ടോ നിന്റെ അച്ഛന് പോലെ മാറ്റം ഉണ്ടായെന്ന്? നല്ല കഥയെ. കിരണായിട്ട് എന്താ പറയണേ? ഈ ലോകത്തിൽ ആരൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ തുഷ്ടൻ അങ്ങനെ ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് പറയാണ്. അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാ. ഈ സമയത്ത് ശാരിയാണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മോള് മനോഹറിനെ കുറിച്ചുള്ള സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം തകർന്നു പോകും. അങ്ങനെ കുടുംബം മൊത്തത്തോടെ തീർന്നില്ലാതാവും. അപ്പോഴേക്കാണ് മനോഹർ അങ്ങോട്ടേക്ക് വരുന്നത്. മനോഹർ വന്നിട്ട് ചോദിച്ചു, അല്ല ശരി, നിന്റെ ഭർത്താവ് എന്ത് ചെയ്യും, രാഹുൽ എന്തേന്ന് ചോദിക്കും. ഇത് കേട്ട ശാരി പറഞ്ഞു, ദേ മനോഹറെ വെറുതെ ഓരോന്ന് ചൊറിയുന്ന രാവിലെ വർത്താനം പറഞ്ഞാണല്ലോ, പിന്നെ എന്ത് ചോദിക്കണം? അല്ല നിങ്ങളുടെ ഭർത്താവിനെ കണ്ടല്ലോ, എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, പണോ എവിടുന്ന്? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല, എന്റെ കയ്യിലെ പണം തീർന്നു, എനിക്ക് പണം വേണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, അതെ ഇപ്പൊ അങ്ങേരോട് ചോദിച്ചില്ല, അങ്ങേരുടെ ഈ പണമൊന്നും കാണത്തില്ലെന്ന് പറയാണ്. ഹോഹോ അങ്ങനെയല്ലേ, അപ്പൊ നൈസായിട്ട് എന്നെ ഒഴിവാക്കാനല്ലേ? ഇത് കേട്ടതും ശാരി പറഞ്ഞു, അതിന് അങ്ങേരുടെ പൈസ ഉണ്ടെങ്കിലല്ലേ അങ്ങേര് തരത്തുള്ളൂ, അങ്ങേരുടെ പണമില്ലെന്ന് പറഞ്ഞില്ലേ? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ മോളെ ഞാൻ ചുമക്കണമെങ്കിൽ എനിക്ക് അതിനുള്ള പണം കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറയാണ്. അല്ലെങ്കിലുണ്ടല്ലോ ഉള്ള സത്യം മൊത്തം തുറന്നു പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു പറയാ. കേട്ടപ്പോ ശാരി പറഞ്ഞു, എന്താ മനോഹരൻ നീ ഇങ്ങനെയൊക്കെ തുടങ്ങണേ? ഒന്നെങ്കിൽ നീ ഒന്ന് ഒഴിവായി താട്ട്, പൈസ തരാനൊന്നുമില്ല, നിനക്ക് പോണെങ്കിൽ നീ എരോടെ വെള്ളം പൊക്കോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ മോളെ മാത്രം വെറുതെ വിട്, അവൾ എങ്ങനെയല്ലോ ഒന്ന് ജീവിച്ചോട്ടെ എന്ന് പറയാ. പിന്നെ അവള് ജീവിക്കാനായിട്ട് നല്ല കഥയെ, നിങ്ങളുടെ മോളുടെ തനി സ്വരൂപം നിങ്ങൾക്ക് അറിയാലോ, അവൾ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. ഇനി എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ശാരി പറഞ്ഞു, അല്ല ഞാൻ പിന്നെ വേണ്ട വേണ്ട, കൂടുതലും നിങ്ങൾ പറയൊന്നും വേണ്ട, മര്യാദയ്ക്ക് അങ്ങേര് ഒരു പണം തന്നോളം പറയണം, അല്ലെങ്കിൽ അങ്ങേര് തരണ്ട. നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുമല്ലോ പണം, അത് പിന്നെ എന്റെ അക്കൗണ്ടിൽ പണം ഇല്ലാന്ന് പറയാം. അങ്ങനെ വരാൻ വഴിയില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം തന്നേ മതിയാവുള്ളൂ. ഇത് കേട്ട അവസാനം ശാരിക്ക് മനസ്സിലായി, ചുറ്റിയ പാമ്പ് കടിച്ചേ തീരുവളെന്ന്. ഇവൻ വിട്ടുപോകുന്ന ലക്ഷണമില്ല. അങ്ങനെ അവസാനം കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് മനോഹർ അവിടുന്ന് പോകുന്നത്. കാരണം മനോഹറിന് ഈ പറയുന്ന വന്ദനെ കറക്കിയെടുക്കണേ പണം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിലും എല്ലാത്തിനും കാര്യങ്ങളെല്ലാം പൈസ വേണമല്ലോ. അപ്പം വേറെ ആരോട് ചോദിക്കാൻ പറ്റും? ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ പറ്റുള്ളൂ. ഈ സമയം രാഹുൽ നേരെ പോകുന്നത് മുരുകനെ കാണാനായിട്ടാണ്. അപ്പം മുരുകനോടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഗുണ്ടാമുരിയന്റെ അരിയിലേക്ക് ചെല്ലുവാണ് രാഹുൽ എന്നിട്ട് പറഞ്ഞ്, കാര്യങ്ങളൊക്കെ അറിയാലോ, ഒന്നിനും ഒരിടത്തും ഒരു പിഴവൊന്നും സംഭവിക്കില്ലെന്ന് അറിയാം. എല്ലാം ഓക്കെ സാറേ, ഞാൻ അവരെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പം അവനും അവന്റെ ഭാര്യയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് പോയിട്ട് മടങ്ങി വരട്ടെ, മടങ്ങി വരുന്ന വഴിയെ ഞാൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം. ആ കാര്യം ഓർത്ത് സാറൊന്നും പേടിക്കണ്ടെന്ന് പറയും. പിന്നെ സാറ് ധൈര്യമായിട്ടിരുന്നു. ഒരു പക്ഷേങ്കിൽ എന്തേലും ഒരു ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സാറിന്റെ മേലൊന്നും സംഭവിക്കാണ്ട് പോകുന്നില്ല. ഈ മുരുകൻ ഒരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് തന്നെയാ, സാറിന് ഒരു ആപത്തും വരാൻ പോകുന്നില്ലെന്ന് പറയാ. സാറ് ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഇനിയുള്ള ദിവസങ്ങളൊക്കെ സാറിന് നന്നായിട്ട് കിടന്ന് ഉറക്കാൻ പറ്റുന്ന ദിവസങ്ങളായിരിക്കും. എല്ലാ ശല്യങ്ങളും ഇതോടുകൂടി തീരാൻ പോവാന്ന് പറയാണ്. രാഹുൽ പറഞ്ഞു, ഇങ്ങനെ തന്നെയാ മുമ്പ് പലരും പറഞ്ഞ്, ഇത്തവണ അങ്ങനെ അബദ്ധമൊന്നും ഉണ്ടാവില്ലെന്ന് പറയാണ്. എന്തബദ്ധം? ഈ മുരുകൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് തന്നെയാണ്, ഇനി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. സാറിന് ധൈര്യമായിട്ട് പോവാം, സാറിന്റെ മേലൊരു കേസ് പോലും വരാൻ പോകുന്നില്ല, കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറയാണ്. അങ്ങനെ സന്തോഷത്തോടെ രാഹുല് മുരുകന്റെ അടുത്ത് നിന്ന് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ഇനിയിപ്പം അവനെ കിരണിനെ ഇല്ലാതാക്കാനായിട്ട് ഗുണ്ടാമുരുകൻ ചെല്ലുവാണ്. പക്ഷെ പിന്നീട് സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.